വടകരയിലെ വോട്ടർമാരെ അവർക്ക് എന്നെ അറിയാം. ഒരു കാരണവശാലും വർഗീയതയായിട്ട് കോംപ്രമൈസ് ചെയ്യാത്ത ആളാണെന്ന് എന്നെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപ്പൊന്നും അവിടെ വേവില്ല. അത് വേവുന്ന ചില വിചാരിച്ചിട്ടാണ് ചിലരൊക്കെ അവിടെ കൊണ്ടുപോയതിന് പിന്നെ നിയമത്തിൻ്റെ പ്രതികാരം തീർക്കും എന്നുള്ള വാശിയുടെ പല രൂപത്തിൽ ഒന്നായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അങ്ങനെ യാതൊരു കാര്യം പാർട്ടി പറഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് പോരാടും. എൻ്റെ പാർട്ടിയുടെ നയങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടും ശക്തമായിട്ട് തന്നെ. ഭാരതരത്നത്തിന് ഒരു വിലയില്ലാണ്ടായി. അതിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തി പറയുകയാണ്. ഈ അടുത്ത കാലത്ത് കൊടുത്ത ഭാരതരത്നം മുഴുവൻ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന മറ്റേ ഒരു ഏർപ്പാടായിട്ട് മാറി. അല്ലാതെ പഴയ കാലത്തെ ഭാരതരത്നത്തിൻ്റെ വിലയൊന്നും ഇപ്പോഴില്ല. ഇപ്പം ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക വരുന്നവർക്ക് കൊടുക്കാൻ. അതുകൊണ്ടാണ് അത് സീരിയസ് ആയിട്ട് പാർട്ടി എടുക്കുകയും KPC പ്രസിഡൻറ്റിൻ്റെയും പത്മജയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന് അതിൻ്റെ കാര്യങ്ങൾക്ക് രൂപം നൽകുകയും ഏതാണ്ട് അതിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 60 ലക്ഷം രൂപ അതിനുവേണ്ടി പിരിച്ചെടുക്കുകയും ചെയ്തു. അതിപ്പോൾ 1 കോടിയായിട്ട് 60 ലക്ഷം എൻ്റെ സാന്നിധ്യത്തിലാണ് DCC കൈമാറുന്നത്. അത് കാരണമല്ല. തീർച്ചയായും അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അല്ലാതെ കുടുംബത്തിൽ സഹോദരി സ്നേഹം ഇനിയിപ്പോൾ അങ്ങനത്തെ യാതൊരു സ്നേഹവും പിന്നെ സ്വത്ത് തർക്കമൊന്നും ഞങ്ങൾ തമ്മിലില്ല. അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ച് തന്നിട്ടില്ല. അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കുമായിട്ട് തന്നിട്ടുണ്ട്. സ്വത്ത് തർക്കവുമില്ല, ഒരു തർക്കമില്ല. പക്ഷേ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. എങ്ങനെ 1% പോലും അവകാശപ്പെടാൻ പറ്റില്ല. 1% പോലും. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകൾ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒറ്റക്കെട്ടായി ഞങ്ങൾ അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും. സീനുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ബന്ധം ഞാൻ പറഞ്ഞ പോലെ ആ ബന്ധം ഇനിയില്ല. അത് നല്ല കാര്യമാണ്. മത്സരിച്ചാൽ സംഭവം നോട്ടയ്ക്കാണോ കിട്ടുക BJPക്കാണോ കിട്ടുക അന്ന് നമുക്ക് കാണാം.